ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്ത് നമുക്ക് പറയാനുള്ളത് മറ്റൊരു മെത്തേഡാണ്. ടൈം കോസ്റ്റ് ട്രേഡ് ഓഫ് എന്നുള്ളൊരു മെത്തേഡിനെ പറ്റിയാണ് നമുക്കിനി പറയാനുള്ളത്. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്, അതുപോലെ തന്നെ പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്ക്, ഈ രണ്ട് ടെക്നിക്ക് നമ്മൾ പഠിച്ചു. ഇനി ടൈം കോസ്റ്റ് ട്രേഡ് ഓഫ് എന്നുള്ള മൂന്നാമത്തെ ഒരു മെത്തേഡിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. അപൂർവം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യനും കണ്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ പെർട്ടും CPM ആണ് കൂടുതലും ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാലും ക്രാഷിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഉണ്ടാകാം. അപ്പോൾ ഇതും കൂടിയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ ടൈം കോസ്റ്റ് ട്രേഡ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് മാനേജ്മെൻറ്റ് ടൂൾ ഫോർ ഓവർകമ്മിങ് വൺ ഓഫ് ദ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ലിമിറ്റേഷൻസ് ഓഫ് ബീയിങ് അണേബിൾ ടു ബ്രിങ് ദ പ്രൊജക്റ്റ് ഷെഡ്യൂൾ ടു എ സ്പെസിഫൈഡ് ഡ്യൂറേഷൻ. ഒരു സ്പെസിഫൈഡ് ഡ്യൂറേഷനിലേക്ക് പ്രൊജക്റ്റ് ഷെഡ്യൂൾ ബ്രിങ് ചെയ്യാനുള്ള ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൻ്റെ ലിമിറ്റേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് മാനേജ്മെൻറ്റ് ടൂളാണ് ടൈം കോസ്റ്റ് ട്രേഡ് ഓഫ് എന്ന് പറയുന്നത്. അതായത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിലുള്ള ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് ടൈം കോസ്റ്റ് ട്രേഡ് ഓഫ് എന്നുള്ള ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. റെഡ്യൂസിങ് പ്രൊജക്റ്റ് ഡ്യൂറേഷൻ ക്യാൻ ബി ഡൺ ബൈ അഡ്ജസ്റ്റിംഗ് ഓവർലാപ്സ് ബിറ്റ്വീൻ ആക്ടിവിറ്റീസ് ഓർ ബൈ റെഡ്യൂസിങ് ആക്ടിവിറ്റീസ് ഡ്യൂറേഷൻ. അതായത് പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആക്ടിവിറ്റികൾ തമ്മിലുള്ള ഓവർലാപ്പുകളെ അഡ്ജസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആക്ടിവിറ്റി ഡ്യൂറേഷനെ റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെത്തേഡ് പ്രകാരം ആക്ടിവിറ്റി ഡ്യൂറേഷനെ റെഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ രണ്ട് ആക്ടിവിറ്റികൾ തമ്മിലുള്ള ഓവർലാപ്പുകളെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ഈ ടെക്നിക്കലി ചെയ്യുന്നത്. സോ ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ടൈം കോസ്റ്റ് ട്രേഡ് ഓഫ് അനാലിസിസ് ഈസ് ടു റെഡ്യൂസ് ദ ഒറിജിനൽ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ. അതായത് ഒറിജിനൽ പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതും ഡിറ്റർമിൻ ഫ്രം ദ ക്രിട്ടിക്കൽ പാത്ത് അനാലിസിസ് ടു മീറ്റ് എ സ്പെസിഫിക് ഡെഡ് ലൈൻ വിത്ത് ദ ലീസ്റ്റ് കോസ്റ്റ്. അതായത് കുറഞ്ഞ കോസ്റ്റിൽ ഒരു സ്പെസിഫിക് ഡെഡ് ലൈൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതുമാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ പറഞ്ഞ മെത്തേഡ് പ്രകാരം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൻ്റെ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ ടെക്നിക്കാണ് ടൈം കോസ്റ്റ് ട്രേഡ് ഓഫ് എന്ന് പറയുന്നത്. സോ റെഡ്യൂസിങ് പ്രൊജക്റ്റ് ഡ്യൂറേഷൻ ക്യാൻ ബി ഡൺ ബൈ, ഇവിടെ ലക്ഷ്യമാക്കുന്നത് പ്രൊജക്റ്റ് ഡ്യൂറേഷനെ റെഡ്യൂസിങ് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. സോ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ അഡ്ജസ്റ്റിംഗ് ദ ഓവർലാപ്സ് ബിറ്റ്വീൻ ആക്ടിവിറ്റീസ്. ആക്ടിവിറ്റികൾ തമ്മിലുള്ള ഓവർലാപ്പുകളെ അഡ്ജസ്റ്റ് ചെയ്യുകയോ ഓർ ബൈ റെഡ്യൂസിങ് ദ ആക്ടിവിറ്റീസ് ഡ്യൂറേഷൻ, ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷനെ റെഡ്യൂസ് ചെയ്തുകൊണ്ടോ ആണ് നമ്മൾ പ്രൊജക്റ്റ് ഡ്യൂറേഷനെ റെഡ്യൂസിങ് ചെയ്യുന്നത്. സോ റെഡ്യൂസിങ് ദ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ ക്യാൻ ബി ഡൺ ബൈ അഡ്ജസ്റ്റിംഗ് ദ ഓവർലാപ്സ് ബിറ്റ്വീൻ ആക്ടിവിറ്റീസ് ഓർ ബൈ റെഡ്യൂസിംഗ് ദ ആക്ടിവിറ്റീസ് ഡ്യൂറേഷൻ. The objective of the time cost trade-off analysis is to reduce the original project duration. Time cost trade-off analysisന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷനെ റെഡ്യൂസ് ചെയ്യുക എന്നും ഡിറ്റർമിൻ ഫ്രം ദ ക്രിട്ടിക്കൽ പാത്ത് അനാലിസിസ് ടു മീറ്റ് എ സ്പെസിഫിക് ഡെഡ് ലൈൻ വിത്ത് ദ ലീസ്റ്റ് കോസ്റ്റ്. ലീസ്റ്റ് കോസ്റ്റിൽ ഒരു സ്പെസിഫിക് ഡെഡ് ലൈൻ നേടിയെടുക്കുക എന്നുള്ളതുമാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ടേമാണ് ക്രാഷിംഗ് എന്ന് പറഞ്ഞാൽ. എന്താണ് ക്രാഷിംഗ് എന്ന് പറഞ്ഞാൽ? അത് 2 മാർക്കും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ക്രാഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ക്രാഷിംഗ്. ദ ടൈം കോസ്റ്റ് ട്രേഡ് ഓഫ് പ്രോബ്ലം ഈസ് ബേസ്ഡ് ഓൺ ദ കോൺസെപ്ഷൻ ദാറ്റ് the duration of some of the activities of a project can be cut down if some additional resources are employed on them. Such a deliberate reduction of activity times by putting an extra effort is called crashing. The crash time represents the fully expedited or minimum activity time duration that is possible, and any attempts to further crash would only raise the activity direct cost without reducing the time. അതായത് ക്രാഷിംഗ് എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് ടൈം കോസ്റ്റ് ട്രേഡ് ഓഫ് പ്രോബ്ലം എന്നുള്ള പ്രധാനമായിട്ടും ബേസ് ചെയ്തിരുന്നത് വെച്ചാൽ ഡ്യൂറേഷൻ ഓഫ് ദ സം ഓഫ് ദ ആക്ടിവിറ്റീസ് ഓഫ് എ പ്രൊജക്റ്റ് ക്യാൻ ബി കട്ട് ഡൗൺ. അതായത് പ്രൊജക്റ്റിലെ ചില ആക്ടിവിറ്റികളുടെ ഡ്യൂറേഷനെ നമുക്ക് എന്ത് ചെയ്യണം? കട്ട് ഡൗൺ ചെയ്യണം അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യണം. അതാണ് ടൈം കോസ്റ്റ് ട്രേഡ് ഓഫ് പ്രോബ്ലത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ അങ്ങനെ ചെയ്യാൻ നമുക്ക് എന്താ ഉപയോഗിക്കാൻ കഴിയുന്ന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ അഡീഷണൽ റിസോഴ്സസ് ആർ എംപ്ലോയിഡ് ഓൺ ദം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? അഡീഷണൽ റിസോഴ്സസ് അതിൻ്റെ മുകളിൽ നമ്മൾ എംപ്ലോയ് ചെയ്യണം. അപ്പോൾ എക്സ്ട്രാ എഫേർട്ട് പുട്ട് ചെയ്തിട്ട് ആക്ടിവിറ്റി ടൈമിനെ റിഡക്ഷൻ ചെയ്യാനുള്ള ഡെലിബറേറ്റ് അറ്റംപ്റ്റിനെയാണ് നമ്മൾ ക്രാഷിംഗ് എന്ന് പറയുന്നത്. കൂടുതൽ എഫേർട്ടുകൾ എടുത്തിട്ട് അതിൻ്റെ സമയത്തിനെ കുറയ്ക്കുക, ആക്ടിവിറ്റി ടൈമിനെ റെഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ റിഡക്ഷൻ ചെയ്യാനുള്ള ഒരു ഡെലിബറേറ്റ് അറ്റംപ്റ്റിനെയാണ് നമ്മൾ ക്രാഷിംഗ് എന്ന് പറയുക. സോ ഇറ്റ് ഈസ് എ ഡെലിബറേറ്റ് റിഡക്ഷൻ ഓഫ് ആക്ടിവിറ്റി ടൈംസ് ബൈ പുട്ടിങ് എൻ എക്സ്ട്രാ എഫേർട്ട്. എക്സ്ട്രാ എഫേർട്ട് എടുത്തുകൊണ്ട് ആക്ടിവിറ്റി ടൈമിനെ റിഡക്ഷൻ ചെയ്യാൻ വേണ്ടി
ആക്ടിവിറ്റി ടൈമിൽ റിഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും പ്രൊജക്റ്റിൻ്റെ ടൈം ബൗണ്ടിനെ കട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടും അതിൽ മുകളിൽ അഡീഷണൽ റിസോഴ്സസ് എംപ്ലോയ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ക്രാഷിംഗ് എന്ന് പറയുന്നത്. The crash time represents the fully expedited or minimum activity time duration that is possible. പോസിബിൾ ആയിട്ടുള്ള മിനിമം ആക്ടിവിറ്റി ടൈം ഡ്യൂറേഷൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ആൻഡ് എനി അറ്റംപ്റ്റ്സ് ടു ഫർദർ ക്രാഷ് വുഡ് ഓൺലി റേസ് ദ ആക്ടിവിറ്റി ഡയറക്റ്റ് കോസ്റ്റ് ആൻഡ് വിത്തൗട്ട് റെഡ്യൂസിങ് ദ ടൈം. ഫർദർ ക്രാഷ് ചെയ്യുന്നത് ആക്ടിവിറ്റി ഡയറക്റ്റ് കോസ്റ്റിനെ റേസ് ചെയ്യുകയല്ലാതെ ആക്ടിവിറ്റി ടൈമിനെ റെഡ്യൂസ് ചെയ്യുകയില്ല എന്നുള്ളത് എത്തുന്നത് വരെ നമ്മൾ ക്രാഷിങ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ഈ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. അതായത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൻ്റെയും പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്കിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടൈം ഡ്യൂറേഷൻസിനെ അവിടെ കൃത്യമായിട്ട് എസ്റ്റിമേഷൻ ചെയ്യാൻ കഴിയുന്നില്ല, ടൈം ഡ്യൂറേഷൻ റെഡ്യൂസ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ടൈം ഡ്യൂറേഷനെ കട്ട് ഡൗൺ ചെയ്യാനോ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈം കോസ്റ്റ് ട്രേഡ് ഓഫ് പ്രോബ്ലം എന്നുള്ള സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്ക് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ പ്രൊജക്റ്റിൻ്റെ ടൈം ഡ്യൂറേഷനെ കട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി അതിലേക്ക് നമ്മൾ അഡീഷണൽ റിസോഴ്സസ് എംപ്ലോയ് ചെയ്യുന്ന പ്രക്രിയ അല്ലെങ്കിൽ ഡെലിബറേറ്റ് റിഡക്ഷൻ ഓഫ് ആക്ടിവിറ്റി ടൈംസ്, ആക്ടിവിറ്റി ടൈമിനെ റിഡക്ഷൻ ചെയ്യുന്നതിനുള്ള ഡെലിബറേറ്റ് അറ്റംപ്റ്റ് അല്ലെങ്കിൽ ഡെലിബറേറ്റ് ആയിട്ടുള്ള തീരുമാനത്തിനെയോ അല്ലെങ്കിൽ പുട്ടിങ് ആൻ എക്സ്ട്രാ എഫേർട്ടിനെയാണ് നമ്മൾ ക്രാഷിംഗ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ക്രാഷ് ടൈം എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫുള്ളി എക്സ്പെഡിറ്റഡ് ഓർ മിനിമം ആക്ടിവിറ്റി ടൈം ഡ്യൂറേഷൻ ദാറ്റ് ഈസ് പോസിബിൾ ആയിട്ടുള്ള മിനിമം ആക്ടിവിറ്റി ടൈം ഡ്യൂറേഷൻ അല്ലെങ്കിൽ ഫുള്ളി എക്സ്പെഡിറ്റഡ് ടൈം ഡ്യൂറേഷനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് നോ ഫർദർ ക്രാഷ് വുഡ് ഓൺലി റേസ് ദ ആക്ടിവിറ്റി ഡയറക്റ്റ് കോസ്റ്റ്. ഫർദർ ക്രാഷ് നടപ്പിലാക്കുന്നതോടുകൂടി ഡയറക്റ്റ് കോസ്റ്റ് കൂടുകയും ടൈം റെഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നില്ല എന്നുള്ളത് ആകുന്നത് വരെ നമ്മൾ ക്രാഷിങ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി ടേംസ് അസോസിയേറ്റഡ് വിത്ത് ക്രാഷിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ചില ടേംസുകളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് നോർമൽ ടൈം. നോർമൽ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ മിനിമം ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് ആൻ ആക്ടിവിറ്റി അറ്റ് എ നോർമൽ കോസ്റ്റ്. ഒരു ആക്ടിവിറ്റി നോർമൽ കോസ്റ്റിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള മിനിമം ടൈമിനെയാണ് നമ്മൾ നോർമൽ ടൈം എന്ന് പറയുന്നത്. സോ നോർമൽ ടൈം ഈസ് ദ മിനിമം ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് ആൻ ആക്ടിവിറ്റി അറ്റ് എ നോർമൽ കോസ്റ്റ്. ഒരു ആക്ടിവിറ്റി നോർമൽ കോസ്റ്റിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള മിനിമം ടൈമിനെ നമുക്ക് നോർമൽ ടൈം എന്ന് പറയാം. ക്രാഷ് ടൈം എന്ന് പറഞ്ഞാലോ, ഇറ്റ് ഈസ് ദ മിനിമം ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് ആൻ ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാനുള്ള മിനിമം ടൈമിനെയാണ് നമ്മൾ ക്രാഷ് ടൈം എന്ന് പറയുന്നത്. നോർമൽ ടൈം എന്ന് പറഞ്ഞാൽ നോർമൽ കോസ്റ്റിൽ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാനുള്ള മിനിമം ടൈമിനെ നോർമൽ ടൈം എന്നും, ക്രാഷ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാനുള്ള മിനിമം ടൈമിനെ നമ്മൾ ക്രാഷ് ടൈം എന്നും പറയും. ആക്ടിവിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാലോ, ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് പെർഫോമിംഗ് ആൻഡ് കംപ്ലീറ്റിംഗ് എ പർട്ടിക്കുലർ ആക്ടിവിറ്റി ഓർ ടാസ്ക്. ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിയോ ടാസ്കോ കംപ്ലീറ്റ് ചെയ്യാനോ പെർഫോം ചെയ്യാനോ വേണ്ടി വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ആക്ടിവിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ആക്ടിവിറ്റി കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് പെർഫോമിംഗ് ആൻഡ് കംപ്ലീറ്റിംഗ് എ പർട്ടിക്കുലർ ആക്ടിവിറ്റി ഓർ ടാസ്ക്. ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിയോ ടാസ്കോ കംപ്ലീറ്റ് ചെയ്യാനോ പെർഫോം ചെയ്യാനോ വേണ്ടി വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ആക്ടിവിറ്റി കോസ്റ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തത് നോർമൽ കോസ്റ്റ്. ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് പോസിബിൾ ഡയറക്റ്റ് കോസ്റ്റ് റിക്വയർഡ് ടു കംപ്ലീറ്റ് ആൻ ആക്ടിവിറ്റി ഇൻ നോർമൽ ടൈം. നോർമൽ ടൈമിൽ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ലോവസ്റ്റ് പോസിബിൾ ഡയറക്റ്റ് കോസ്റ്റിനെയാണ് നമ്മൾ നോർമൽ കോസ്റ്റ് എന്ന് പറയുന്നത്. നോർമൽ കോസ്റ്റ് ഈസ് ദ ലോവസ്റ്റ് പോസിബിൾ ഡയറക്റ്റ് കോസ്റ്റ് റിക്വയർഡ് ടു കംപ്ലീറ്റ് ആൻ ആക്ടിവിറ്റി ഇൻ നോർമൽ ടൈം. നോർമൽ ടൈമിൽ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്ന ലോവസ്റ്റ് പോസിബിൾ ഡയറക്റ്റ് കോസ്റ്റിനെയാണ് നമ്മൾ നോർമൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ക്രാഷ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഡയറക്റ്റ് കോസ്റ്റ് ദാറ്റ് ഈസ് ആൻറ്റിസിപ്പേറ്റഡ് ഇൻ കംപ്ലീറ്റിംഗ് ആൻ ആക്ടിവിറ്റി വിത്തിൻ എ ക്രാഷ് ടൈം. ഒരു ക്രാഷ് ടൈമിനുള്ളിൽ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന ഡയറക്റ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ആൻറ്റിസിപ്പേറ്റഡ് ഡയറക്റ്റ് കോസ്റ്റിനെയാണ് നമ്മൾ ക്രാഷ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡയറക്റ്റ് കോസ്റ്റ് ദാറ്റ് ഈസ് ആൻറ്റിസിപ്പേറ്റഡ് ഫ്യൂച്ചറിൽ പ്രതീക്ഷിക്കപ്പെടുന്നത് ഇൻ കംപ്ലീറ്റിംഗ് ആൻ ആക്ടിവിറ്റി വിത്തിൻ എ ക്രാഷ് ടൈം. ഒരു ക്രാഷ് ടൈമിൽ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്യപ്പെടുന്ന ഡയറക്റ്റ് കോസ്റ്റിനെയാണ് ക്രാഷ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ആക്ടിവിറ്റി കോസ്റ്റ് സ്ലോപ്പ്. ദ കോസ്റ്റ് സ്ലോപ്പ് ഇൻഡിക്കേറ്റ്സ് ദ അഡീഷണൽ കോസ്റ്റ് ഇൻകേർഡ് പെർ യൂണിറ്റ് ഓഫ് ടൈം സേവ്ഡ് ഇൻ റെഡ്യൂസിങ് ദ ഡ്യൂറേഷൻ ഓഫ് ആൻ ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ടൈം സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പ്രൊവൈഡ് ചെയ്യുന്ന അഡീഷണൽ കോസ്റ്റ് ഇൻകർ ചെയ്യാൻ വേണ്ടി വരുന്ന സ്ലോപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോസ്റ്റ് സ്ലോപ്പിനെയാണ് നമ്മൾ ആക്ടിവിറ്റി കോസ്റ്റ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ദ കോസ്റ്റ് സ്ലോപ്പ് ഇൻഡിക്കേറ്റ്സ് ദ അഡീഷണൽ കോസ്റ്റ്, അതിൻ്റെ അഡീഷണൽ കോസ്റ്റാണ് ഇൻകേർഡ് പെർ യൂണിറ്റ് ഓഫ് ടൈം. പെർ യൂണിറ്റ് ഓഫ് ടൈമിൽ ഇൻകർ ചെയ്യുന്ന അഡീഷണൽ കോസ്റ്റിനെയാണ് ഒരു ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി
അതുപോലെ തന്നെ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുമുള്ള അഡീഷണൽ കോസ്റ്റ് ഇൻകേർഡ് പെർ യൂണിറ്റ് ഓഫ് ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോസ്റ്റ് സ്ലോപ്പ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്നും പറയും. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ക്രാഷ് കോസ്റ്റ് മൈനസ് നോർമൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നോർമൽ ടൈം മൈനസ് ക്രാഷ് ടൈം എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. ക്രാഷ് കോസ്റ്റ് മൈനസ് നോർമൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നോർമൽ ടൈം മൈനസ് ക്രാഷ് ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ടിവിറ്റി കോസ്റ്റ് അല്ലെങ്കിൽ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്നുള്ളത് കിട്ടും. അപ്പോൾ നമ്മളിതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ടേംസുകളാണ് പറഞ്ഞത്. ഒന്ന് നോർമൽ ടൈം, ക്രാഷ് ടൈം, ആക്ടിവിറ്റി കോസ്റ്റ്, നോർമൽ കോസ്റ്റ്, ക്രാഷ് കോസ്റ്റ്, ആക്ടിവിറ്റി കോസ്റ്റ് സ്ലോപ്പ്, ഇൻക്രിമെൻ്റൽ കോസ്റ്റ്. ഇനി ഇതിൻ്റെ സ്റ്റെപ്പും കൂടി നമ്മൾ പറയുന്നുണ്ട്. ഈ ടൈം കോസ്റ്റ് ട്രേഡ് ഓഫ് അനാലിസിസ് ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പ് കൂടിയാണ് പറയുന്നത്. 3 സ്റ്റെപ്പാണ് ഇതിലുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഐഡൻറ്റിഫൈ ആൻഡ് ക്രാഷ് ദ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ദാറ്റ് ഹാസ് ദ മിനിമം ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ഓഫ് ക്രാഷിംഗ്. മിനിമം ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ഓഫ് ക്രാഷിംഗ് ഉള്ള ക്രിട്ടിക്കൽ ആക്ടിവിറ്റിയെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇൻ ദ ഇവൻ്റ് ഓഫ് മൾട്ടിപ്പിൾ ക്രിട്ടിക്കൽ പാത്ത്സ് ആൻഡ് ആക്ടിവിറ്റി ഫ്രം ഈച്ച് സച്ച് പാത്ത് ഈസ് ടു ബി ചൂസൺ. മൾട്ടിപ്പിൾ ക്രിട്ടിക്കൽ പാത്ത് ഉണ്ടെങ്കിൽ ഓരോ പാത്തിൽ നിന്നുള്ള ആക്ടിവിറ്റി നമ്മൾ ചൂസ് ചെയ്യണം. ഓഫ് ദ വേരിയസ് കോമ്പിനേഷൻസ് അവൈലബിൾ ദ വൺ വിത്ത് ദ ലീസ്റ്റ് കോസ്റ്റ് ഈസ് ടു ബി സെലക്റ്റഡ്. സെവറൽ കോമ്പിനേഷൻസിൽ നിന്നും ലീസ്റ്റ് കോസ്റ്റ് ഉള്ളതിനെ നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുക. ഇൻ പർട്ടിക്കുലർ ഇറ്റ് മേ ബി ഇക്കണോമിക്കൽ ടു സെലക്ട് ആക്ടിവിറ്റീസ് ദാറ്റ് ആർ കോമൺ ടു 2 or more ക്രിട്ടിക്കൽ പാത്ത്. അതുപോലെ തന്നെ 2 or അതിലധികമോ ക്രിട്ടിക്കൽ പാത്തുകൾക്ക് കോമൺ ആയിട്ടുള്ള ആക്ടിവിറ്റികളെ സെലക്ട് ചെയ്യുക എന്നുള്ളത് ഇക്കണോമിക്കലായിരിക്കും. സോ ഇൻ ഈച്ച് കേസ് ദ ക്രാഷിംഗ് ഈസ് ഡൺ ഫോർ 1 time യൂണിറ്റ് ബൈ എ ഡേ ഇഫ് ദ ആക്ടിവിറ്റി ടൈംസ് ആർ ഗിവൻ ഇൻ ദ ഡേയ്സ്. അതുകൊണ്ട് തന്നെ ഈ ഓരോ കേസിലും ക്രാഷിംഗ് എന്നുള്ളത് നടപ്പിലാക്കുന്നത് 1 time യൂണിറ്റ് ആയിട്ടാണ്. ബൈ എ ഡേ, ഒരു ദിവസത്തിൽ ഒരു ടൈമായിട്ട്. ഇഫ് ദ ആക്ടിവിറ്റി ടൈംസ് ആർ ഗിവൻ ഇൻ ഡേയ്സ്, ആക്ടിവിറ്റി ടൈംസ് ഡേയ്സിലായിട്ടാണ് നൽകിയെന്നുണ്ടെങ്കിൽ 1 time യൂണിറ്റ് ആയിട്ടാണ് ക്രാഷിംഗ് എന്നുള്ളത് നടപ്പിലാക്കുക. ക്രാഷിംഗ് ഈസ് ഡൺ ഫോർ 1 time യൂണിറ്റ് ബൈ എ ഡേ. ഒരു ദിവസം ഒരു യൂണിറ്റ് ടൈം എന്ന രീതിയിലായിരിക്കും ക്രാഷിംഗ് നടപ്പിലാക്കുക. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? Then the network is revised by adjusting the time and cost of the crashed activity. ക്രാഷ്ഡ് ആക്ടിവിറ്റിയുടെ ടൈമിനും കോസ്റ്റിനും അനുസരിച്ചിട്ട് നെറ്റ്വർക്കിനെ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ദ ക്രിട്ടിക്കൽ പാത്ത്സ് ആർ ഐഡൻറ്റിഫൈഡ് അഗെയിൻ, ദെൻ വി റീലാപ്സ് ടു സ്റ്റെപ്പ് 1. അതിനുശേഷം ക്രിട്ടിക്കൽ പാത്തുകളെ വീണ്ടും ഐഡൻറ്റിഫൈ ചെയ്യുകയും ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് റീലാപ്സ് ചെയ്യുകയും ചെയ്യും. ദ പ്രോസസ് ഈസ് കണ്ടിന്യൂഡ് ടിൽ നോ മോർ ക്രാഷിംഗ് ഓഫ് ദ പ്രൊജക്റ്റ് ഈസ് അവൈലബിൾ. പ്രൊജക്റ്റിൻ്റെ ഫർദർ ക്രാഷിംഗ് അവൈലബിൾ അല്ലാതെ അല്ലെങ്കിൽ പോസിബിൾ അല്ലാതെ വരുന്നത് വരെ നമ്മൾ ഈ പ്രോസസ്സ് എന്നുള്ളത് കണ്ടിന്യൂ ചെയ്യും. ദിസ് പ്രോസസ് ഈസ് കണ്ടിന്യൂഡ് ടിൽ നോ മോർ ക്രാഷിംഗ് ഓഫ് ദ പ്രൊജക്റ്റ് ഈസ് പോസിബിൾ. പ്രൊജക്റ്റിൻ്റെ നോ മോർ ക്രാഷിംഗ് പോസിബിൾ ആകാത്തവരെ നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ദിസ് പ്രോസസ് ഈസ് കണ്ടിന്യൂഡ് ടിൽ നോ മോർ ക്രാഷിംഗ് ഓഫ് ദ പ്രൊജക്റ്റ് ഈസ് പോസിബിൾ. Now we can determine the optimal project duration time corresponding to which the total cost is minimum. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒപ്റ്റിമൽ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ ടൈം ഡിറ്റർമിൻ ചെയ്യാം. കറസ്പോണ്ടിങ് ടു വിച്ച് ദ ടോട്ടൽ കോസ്റ്റ് ഈസ് മിനിമം. ടോട്ടൽ കോസ്റ്റ് മിനിമം ആയിട്ടുള്ള പ്രൊജക്റ്റ് ഡ്യൂറേഷൻ ടൈമിനെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ ഇതിലൂടെ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അടുത്ത ലാസ്റ്റ് ഭാഗമായിട്ട് പറയുന്നത്. അപ്പോൾ ടൈം കോസ്റ്റ് ട്രേഡ് ഓഫ് അനാലിസിസിന് 3 സ്റ്റെപ്പാണുള്ളത്. ആദ്യത്തെ സ്റ്റെപ്പിൽ ക്രാഷ് ദ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ദാറ്റ് ഹാസ് ദ മിനിമം ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ഓഫ് ക്രാഷിങ്. ദെൻ ദ നെറ്റ്വർക്ക് ഈസ് റിവൈസ്ഡ് ബൈ അഡ്ജസ്റ്റിംഗ് ദ ടൈം ആൻഡ് കോസ്റ്റ് ഓഫ് ദ ക്രാഷ്ഡ് ആക്ടിവിറ്റി. ക്രാഷ്ഡ് ആക്ടിവിറ്റിയുടെ ടൈമിനും കോസ്റ്റിനും അടിസ്ഥാനപ്പെടുത്തിയിട്ട് നെറ്റ്വർക്കിനെ റിവൈസ് ചെയ്യുക. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ ഡിറ്റർമിൻ ദ ഒപ്റ്റിമൽ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ ടൈം കറസ്പോണ്ടിങ് ടു വിച്ച് ദ ടോട്ടൽ കോസ്റ്റ് ഈസ് മിനിമം. ടോട്ടൽ കോസ്റ്റ് മിനിമം ആയിട്ടുള്ള കറസ്പോണ്ടിങ് ഡ്യൂറേഷൻ ടൈമിൻ്റെ ഒപ്റ്റിമൽ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ ടൈം എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുക. നൗ വി ക്യാൻ ഡിറ്റർമിൻ ദ ഒപ്റ്റിമൽ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ ടൈം. ഒപ്റ്റിമൽ ആയിട്ടുള്ള പ്രൊജക്റ്റ് ഡ്യൂറേഷൻ ടൈം ഡിറ്റർമിൻ ചെയ്യുക. കറസ്പോണ്ടിങ് ടു വിച്ച് ദ ടോട്ടൽ കോസ്റ്റ് ഈസ് മിനിമം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ടോട്ടൽ കോസ്റ്റ് എന്നുള്ളത് എന്തായിരിക്കും? മിനിമം ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ക്രാഷിംഗ് എന്നുള്ളത് നടപ്പിലാക്കുന്നത്. അപ്പോൾ ടൈം കോസ്റ്റ് ട്രേഡ് ഓഫ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൻ്റെ ലിമിറ്റേഷൻസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പെർട്ടിൻ്റെയും ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൻ്റെയും ലിമിറ്റേഷൻസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് ടൈം കോസ്റ്റ് ട്രേഡ് ഓഫ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ക്രാഷിംഗ് എന്നുള്ള ഒരു പ്രോസസ്സിങ്ങിൽ കൂടെയാണ് നമ്മൾ ടൈം കോസ്റ്റ് ട്രേഡ് ഓഫ് അനാലിസിസ് നടപ്പിലാക്കുന്നത്. ക്രാഷിങ്ങിൽ കൂടെയാണ് നമ്മൾ ടൈം കോസ്റ്റ് ട്രേഡ് ഓഫ് അനാലിസിസ് എന്നുള്ളത് നടപ്പിലാക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ടേംസുകൾ പറഞ്ഞു. നോർമൽ ടൈം,
ക്രാഷ് ടൈം, ആക്ടിവിറ്റി കോസ്റ്റ്, നോർമൽ കോസ്റ്റ്, ക്രാഷ് കോസ്റ്റ്, ആക്ടിവിറ്റി കോസ്റ്റ് സ്ലോപ്പ്, ആക്ടിവിറ്റി കോസ്റ്റ് സ്ലോപ്പ് ഓർ ഇൻക്രിമെൻ്റൽ കോസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ ടൈം കോസ്റ്റ് ട്രേഡ് ഓഫ് അനാലിസിസ്, അതിൻ്റെ സ്റ്റെപ്പുകളും. അപ്പോൾ എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.